തഅലീമുൽ മുതഅല്ലിമിലെ അൽ ഫസ്ലു സാനി അശ്റ ഫീമാ യൂരിസുൽ ഹിഫ്ള വ ഫീമാ യൂരിസുൻ നിസ്യാന. ഹിഫ്ളിന് സഹായകരമാകുന്ന കാര്യങ്ങളെക്കുറിച്ചും മറവിക്ക് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ ഫസ്ലിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഹിഫ്ള് ഉണ്ടായിരിക്കുക എന്നത് അള്ളാഹു നൽകുന്ന ഒരാൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. മഹാന്മാരായിരിക്കുന്ന പല ആളുകളും വലിയ ഹിഫ്ളുള്ള ആളുകളായിരുന്നു. മഹാനായ ഷാഫി ഇമാമിനൊക്കെ 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാടായിരുന്നു. ഒരുപാട് ഹദീസിൻ്റെ പണ്ഡിതന്മാർ. മഹാനായ ഇമാം ബുഖാരി തങ്ങൾക്കൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഹദീസുകൾ മനപ്പാടായിരുന്നു. അപ്പോൾ ഹിഫ്ള് അതേപോലെ തന്നെയുള്ള ബുദ്ധി തന്നെയാണ് നമുക്കുള്ളത്, മനുഷ്യന്മാർക്കുള്ളത്. പക്ഷേ നമുക്ക് നമ്മുടെ ഓരോരുത്തർക്കും അനുസരിച്ചിട്ടുള്ള ആവർത്തനം വേണ്ടി വരും ഹിഫ്ളിന്. ചില ആളുകൾക്ക് ഒരു കാര്യം ഒരു വട്ടം വായിച്ചു കഴിഞ്ഞാൽ അതെന്താകും, മനപ്പാടമാകും. എന്നാൽ ചില ആളുകൾക്ക് അതേ കാര്യം പഠിക്കണമെങ്കിൽ ചിലപ്പോൾ 10 വട്ടം ആവർത്തിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ ബാബിൽ, ഈ ഫസ്ലിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഹിഫ്ള് ഉണ്ടാക്കാൻ അത് സഹായകമാണ്. മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മറവി, കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറക്കുക, അവിടെ അത് വെച്ചു അത് മറന്നു, ചെറിയൊരു 2 ബൈത്ത് കാണാൻ പഠിക്കാൻ കഴിയണില്ല, ഇത്തരത്തിലുള്ള നിസിയാൻ, മറവി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അതും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലാദ്യമായി പറയുന്നു വഖ്വ അസ്ബാബിൽ ഹിഫ്ളി, മനപ്പാടമാക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും ശക്തമായ കാരണം അൽ ജിദ്ദു വൽ മുവാദബത്തു, പരിശ്രമവും സ്ഥിരോത്സാഹവുമാണ്. എന്താ സ്ഥിരോത്സാഹം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന് വേണ്ടി സ്ഥിരമായി ഉത്സാഹിച്ചു കൊണ്ടിരിക്കുക. ആരംഭശൂരത്വം എന്ന് കേട്ടിട്ടുണ്ടോ? തുടക്കത്തിൽ വലിയ ആവേശത്തിൽ തുടങ്ങും, പിന്നെ അതേപോലെ അത് അവിടെ ഉപേക്ഷിക്കും. അങ്ങനെ ആവാൻ പാടില്ല. പരിശ്രമവും വേണം, ആ വിഷയത്തിൽ പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ഥിരോത്സാഹവും വേണം. അതാണ് ഹിഫ്ളിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാരണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമുക്ക് 1 മുതൽ 10 വരെ എണ്ണാൻ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എണ്ണും. അതെന്തുകൊണ്ടാണ്? ഏത് സമയത്തും ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും നമ്മൾ ചൊല്ലും. എന്തുകൊണ്ട്? അത് നമ്മൾ ആവർത്തിക്കുന്നത് കൊണ്ട് കൂടുതൽ ഹിഫ്ള് നമുക്ക് ഉണ്ടാകുന്നു എന്നത്. അപ്പോൾ ആ കാര്യം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരിശ്രമവും പതിവാക്കൽ സ്ഥിരോത്സാഹവും ഉണ്ടാവണം. അപ്പോൾ തഖ്ലീലുൽ ഖിദാഇ, ഭക്ഷണം കമ്മിയാക്കുക, അതും എന്തിന് കാരണമാണ്? ഹിഫ്ള് കൂട്ടാൻ കാരണമാണ്. അതുപോലെ സ്വലാത്തുൽ ലൈലി, രാത്രിയുള്ള നമസ്കാരം, അല്ലാഹു എല്ലാ അടിമകളും ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക. വഖിറാഅത്തുൽ ഖുർആനി, ഖുർആൻ പാരായണം ചെയ്യുക, മിൻ അസ്ബാബിൽ ഹിഫ്ളി, ഇതെല്ലാം മനപ്പാടമാക്കുന്നതിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇനി മനപ്പാടാണില്ല, കാണാതെ പഠിയണില്ല എന്ന കാരണം പറഞ്ഞു വരരുത്. അപ്പോൾ ചോദിക്കേണ്ടത്, നീ ഇത് ചെയ്യാറുണ്ടോ? പരിശ്രമമുണ്ടോ? മുവാദബത്തുണ്ടോ? ഭക്ഷണം കുറവാക്കുന്നുണ്ടോ? രാത്രി നിസ്കരിക്കാറുണ്ടോ? ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ? ഇതൊക്കെയാണ് ഹിഫ്ള് ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്ന് പറയാം. പറയപ്പെട്ടു ലൈസ ഷൈഉൻ അസിയദു ലിൽ ഹിഫ്ളി മിൻ ഖിറാഅത്തിൽ ഖുർആനി നദറാ, ഖുർആൻ അർത്ഥമാലോചിച്ച് അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഹിഫ്ളിന് സഹായകരമാകുന്ന മറ്റൊരു കാര്യവുമില്ല എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വൽ ഖിറാഅത്തു നദറൻ, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യൽ അഫ്ളലു ലിഖൗലിഹി അലൈഹി സ്വലാത്തു വസ്സലാം, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. കാരണം ഹബീബായ റസൂലിൻ്റെ ഖൗലുണ്ട്, അഅ്ലമു അഅമാലി ഉമ്മത്തി ഖിറാഅത്തുൽ ഖുർആനി നദറാ, എൻ്റെ ഉമ്മത്തിൻ്റെ അമലുകളിൽ, ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രവർത്തനം ഖുർആൻ അർത്ഥം ചിന്തിച്ച് പാരായണം ചെയ്യലാണ്. അപ്പോൾ അതൊരുപാട് ഫലം നമ്മുടെ ഹൃദയത്തിൽ ചെയ്യും, നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കും. കേടായ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ മനസ്സൊരു മെമ്മറിയാണെന്ന് വിചാരിച്ചോ, ഒരു ഫോണാണെന്ന് വിചാരിക്കുക, അതിൽ ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കയറുമോ? ഇല്ല, മെമ്മറി സ്റ്റോറേജ് ഫുൾ എന്ന് കാണിക്കും. എന്നതുപോലെ അനാവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ഇങ്ങനെ ചെയ്ത് കളയാനുള്ള മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അർത്ഥം ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുക. അർത്ഥം ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ഡിലീറ്റ് ആയി പോകും. അങ്ങനെ ഫ്രഷായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് കഴിയും. വറഅ ശദ്ദാദ് ഇബ്നു ഹക്കീം ബഅദ ഇഖ്വാനിഹി ഫിൽ മനാം, മഹാനായിരിക്കുന്ന ശദ്ദാദ് ഇബ്നു ഹക്കീം എന്നവർ തൻ്റെ ചില സഹോദരങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. മഹാന്മാരുടെ സ്വപ്നം സത്യമാണ്. അപ്പോൾ അദ്ദേഹം തൻ്റെ സഹോദരനോട് അയ്യു ഷൈഇൻ വജദ്തഹു അൻഫഅ, നീ മരിച്ചു ചെന്നിട്ട് നിനക്ക് ഏറ്റവും ഉപകാരപ്പെട്ട അമൽ, നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട പ്രവർത്തനം ഏതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഖിറാഅത്തുൽ ഖുർആനി നദറാ, ഖുർആൻ അർത്ഥം ചിന്തിച്ച് ഇങ്ങനെ പാരായണം ചെയ്തതാണ് എനിക്ക് മരിച്ചു ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതെന്ന് അദ്ദേഹം പറയും. വയഖൂലു ഇൻദ റഫ്ഇൽ കിതാബി, അതുപോലെ തന്നെ ഇനി ഒരു ചില മര്യാദകൾ, ഈ മര്യാദകളൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത്, കിതാബ് പിടിക്കേണ്ടത്, കിതാബ് തൊടുമ്പോഴും അത് വെക്കുമ്പോഴൊക്കെ ചെയ്യേണ്ട മര്യാദകൾ, ഇതൊക്കെ പാലിക്കേണ്ടതാണ്. അപ്പോഴേ നമുക്ക് ഹിഫ്ള് ഉണ്ടാവുള്ളൂ. കിതാബ് ഉയർത്തുന്ന സമയത്ത് അവൻ പറയണം ബിസ്മില്ലാ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അൽ അസീസിൽ അലീം എന്നത് അവൻ ചൊല്ലണം. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഈ പറഞ്ഞത് അദദ കുല്ലി ഹർഫിൻ കുതിബ വയുക്തബു അബദൽ ആബിദീന വദഹ്റദ് ദാഹിരീൻ എന്ന് ചൊല്ലുക. ഈ ദിക്ർ അവൻ ചൊല്ലണം. എപ്പോൾ? ഖുർആനല്ല, കിതാബ് എടുക്കുന്ന സമയത്ത് അവൻ ചൊല്ലണം. അടുത്തറിയില്ലേ, ബിസ്മില്ലാ അള്ളാഹിൻ്റെ പേര് കൊണ്ട്, സുബ്ഹാൻ അള്ളാഹിൻ്റെ പരിശുദ്ധി, അൽഹംദുലില്ലാഹി അള്ളാഹിനെ സ്തുതിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അൽ അസീസിൽ അലീം അദദ കുല്ലി ഹർഫിൻ കുതിബ വയുക്തബു അബദൽ ആബിദീന വദഹ്റദ് ദാഹിരീൻ. ഈ ദിക്ർ ഖുർആൻ എടുക്കുമ്പോൾ, പിന്നെയും ഖുർആൻ എന്നാണ് ഈ ദിക്ർ കിതാബ് ഉയർത്തുന്ന സമയത്ത്, ഇനി ഖുർആനാ പഠിക്കണമെങ്കിൽ ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യാം, അതെടുക്കാം. അപ്പം നമുക്ക് ഖുർആൻ ഹിഫ്ള് ഉണ്ടാകും. പഠിക്കണ ഏത് കിതാബാണോ നമ്മൾ പഠിക്കാൻ വേണ്ടി ഉയർത്തുന്നത്, അത് ഉണ്ടാകുന്ന സമയത്ത് നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കത് വേഗത്തിൽ പഠിക്കാനും മനസ്സിൽ സൂക്ഷിക്കാനും സാധിക്കുമെന്ന്. അപ്പോൾ ഈ ദിക്ർ കാണാതെ പഠിക്കൽ അത്യാവശ്യമാണ് കേട്ടോ.
അപ്പോൾ അതത കുല്ലി ഹർഫിൻ, ഓരോ ഹർഫിൻ്റെയും അത്ര എണ്ണം, കുത്തിബ വയുക്കുത്തബു എഴുതപ്പെട്ടു, ഇനി എഴുതപ്പെടാൻ പോകുന്ന ഈ ലോകത്ത് ഇന്നേ വരെ എത്ര ഹർഫുകൾ എഴുതിയിട്ടുണ്ട്, അത്രയും ഹർഫിൻ്റെ കദർ അള്ളാഹ്ക്കത. നമ്മൾ ആയിരക്കണക്കിന് സലാമുകൾ അർപ്പിക്കുന്നു എന്ന് പറയില്ലേ, അതുപോലെ ഇതുവരേക്കും എഴുതപ്പെട്ട ഹർഫുകൾ എത്രയുണ്ടോ അത്രയും അള്ളാഹ് ഈ പറഞ്ഞ ദിക്ർ നമ്മൾ ചൊല്ലുന്നു. വയുക്കുത്തബു, നീ എഴുതപ്പെടാൻ പോകുന്നത്, ഇനി ഖിയാമത്ത് നാൾ വരെ എത്ര എഴുതപ്പെടാൻ പോകും അതും. അബദൽ ആബിദീൻ എന്ന് പറഞ്ഞാൽ എന്നെന്നും, അബദൻ എന്ന് പറഞ്ഞാൽ എന്നെന്നും എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ദഹ്റദ്ദാഹിരീൻ എന്ന് പറഞ്ഞാൽ കാലമുണ്ടാകുന്ന കാലത്തോളം, അതെന്താ, കാലം എത്രത്തോളം കാലം ഉണ്ടാവോ അത്രത്തോളം കാലം ഈ പറയുന്ന അത്രയും എണ്ണം, എത്ര എണ്ണം കിതാബുകളിൽ അക്ഷരങ്ങൾ എഴുതപ്പെടുന്നുവോ അത്രയും അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നു. ഈ ദിക്ർ ചെല്ലുക, അതാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞു. വയഖൂലു, അവൻ പറയണം, ബഅദ കുല്ലി മക്തൂബത്തിൻ, ഫർള് നിസ്കാരങ്ങൾ നിസ്കരിച്ചതിന് ശേഷം അവൻ പറയണം, ആമൻതു ബില്ലാഹി, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, വാഹിദിൽ അഹദിൽ ഹഖ് വഹ്ദഹു ലാ ശരീക ലഹു വകഫർതു ബിമാ സിവാഹ്, ഇതവൻ ചൊല്ലുക. അപ്പോൾ എന്തെങ്കിലും കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ, പഠിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ദിക്ർ ചൊല്ലുക. എന്താണ്? ആമൻതു ബില്ലാഹിൽ വാഹിദിൽ അഹദിൽ ഹഖ് വഹ്ദഹു ലാ ശരീക ലഹു വകഫർതു ബിമാ സിവാഹ്. ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, അൽ വാഹിദിൽ അഹദ് ഒരുവനായ, അൽ ഹഖ് യഥാർത്ഥത്തിൽ ഹക്കായ ഉള്ളവനായ, വഹദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവന് പങ്കുകാരില്ല, വകഫർതു ബിമാ സിവാഹ് അവരല്ലാത്ത മറ്റുള്ളതിനെ തൊട്ടൊക്കെ ഞാൻ ഇതാ നിഷേധിച്ചിരിക്കുന്നു. ഈ ദിക്ർ അവൻ ചൊല്ലിയാൽ ആ എഴുതി വെച്ച കാര്യം മനസ്സിൽ പെട്ടെന്ന് പഠിയാൻ അവന് ഉപകരിക്കും. മാത്രമല്ല പിന്നെ ഹിഫ്ദ് ഉണ്ടാകാൻ വേണ്ടി അവൻ ചെയ്യേണ്ടത് യുകസ്സിറു സ്വലാത്ത് അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ഫഇന്നഹു റഹ്മത്തുൽ ലിൽ ആലമീൻ, അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യമായതുകൊണ്ട് നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിച്ചാൽ അത് നമ്മുടെ മനഃപ്പാടമാക്കുന്ന ശക്തിയെ സഹായിക്കും. ഇമാമുനാ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ശകൗതു ഇലാ വഖീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി ഫഇന്നൽ ഹിഫ്ള ഫളലുൻ മിൻ ഇലാഹി വഫളലുല്ലാഹി ലാ യുഅതാ ലിആസി. വേറെ ബൈത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഫഇന്നൽ ഇൽമ നൂറുല്ലാഹി ഹഖ്ഖു വഇന്നൻ നൂറ ലാ യുഅതാ ലിആസി, അങ്ങനെയും കണ്ടിട്ടുണ്ട് കേട്ടോ. പല റിവായത്തുകളിൽ പല രീതിയിൽ ഈ വരികൾ വന്നിട്ടുണ്ട്. ശകൗതു, ഞാൻ ആവലാതി ബോധിപ്പിച്ചു, ഇലാ വഖീഇൻ, അദ്ദേഹത്തിൻ്റെ ഉസ്താദിൻ്റെ പേരാണ് വഖീഅ്, എന്നവരിലേക്ക് ഞാൻ എൻ്റെ ആവലാതി ബോധിച്ചു, സൂഅ ഹിഫ്ളി, എൻ്റെ മോശം മനപ്പാടം, കാര്യങ്ങളൊന്നും പഠിയണില്ല, മനസ്സിൽ നിൽക്കണില്ല എന്ന വിഷമം മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തൻ്റെ ഗുരുവിനോട് അവലാതി പറഞ്ഞു. ഫർഷദിനി, ഗുരു എനിക്ക് മാർഗ്ഗനിർദ്ദേശം നൽകി, ഇലാ തർക്കിൽ മആസി, തെറ്റുകൾ ഒഴിവാക്കുക ജീവിതത്തിൽ, പാപങ്ങൾ വന്നു പോകുന്നതിനെ തൊട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്നിങ്ങനെ അടിയും, പിന്നെ നല്ലത് അതിലേക്ക് കയറാതെയാകും. അപ്പോൾ ആ തെറ്റുകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഖുർആൻ പാരായണം കൊണ്ട് അങ്ങനത്തെ നല്ല അമലുകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് കളയണം. അപ്പോഴാണ് ഹിഫ്ദ് നമ്മുടെ മനസ്സിലേക്ക്, നമുക്ക് നല്ല കാര്യങ്ങൾ മനസ്സിൽ മനഃപ്പാടമാവുകയുള്ളൂ. ഫഇന്നൽ ഹിഫ്ള, അപ്പോൾ തീർച്ചയായിട്ടും മനഃപ്പാടമാക്കൽ, ഫളലുൻ മിൻ ഇലാഹി, എൻ്റെ ഇലാഹായ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഔദാര്യമാണ്. ഫൗദുലുല്ലാഹി, അള്ളാഹുവിൻ്റെ ഔദാര്യം, ലാ യുഅതാ ലിആസി, തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നൽകുകയില്ല. അപ്പോൾ മനഃപ്പാടമാക്കാനുള്ള ശക്തി അള്ളാഹു ഒരു വ്യക്തിക്ക് നൽകുന്ന വലിയ ഫളിലാണ്, ശ്രേഷ്ഠതയാണ്, ഔദാര്യമാണ്. അത് തെറ്റ് ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല എന്ന്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹിഫ്ദിനെ അത് കൂടുതൽ സഹായിക്കുമെന്നതാണ്. വസിവാക്കു, പല്ല് തേക്കുക, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ പല്ല് തേക്കുക. വശുറുബുൽ അസരി, തേൻ കുടിക്കുക, തേൻ നല്ലതാണ്. അക്കുലുൽ കുന്തുരി, കുന്തുർ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് കുന്തിരിക്കാണ്, ഒരു ഡ്രൈ ഫ്രൂട്ട് പോലെ, അതൊരു പേർഷ്യൻ ഭാഷയാണ് എന്നൊക്കെ കിതാബുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ കുന്തിരിക്കുന്ന നമ്മളവിടെ കത്തിച്ചണ കുന്തിരിക്കല്ല നമ്മുടെ നാട്ടിൽ, അത് തിന്നരുത്. ഇത് വേറെ കഴിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് കുന്തിരിക്കാണ്, അങ്ങനെയാണ് കിതാബുകളിലും അതിൻ്റെ അർത്ഥങ്ങളിലൊക്കെ കാണുന്നത്. എന്തിൻ്റെ കൂടെ? മാ സുക്കരി, കുന്തുറു എന്തിൻ്റെ കൂടെ കഴിക്കണം? സുക്കർ, പഞ്ചസാര, അങ്ങനെ എന്തെങ്കിലും മധുരം കൂട്ടിയിട്ട് വേണം ചെയ്യാൻ കഴിക്കാൻ. വാക്കലു യഹ്ദാ വഇശ്രീന സബീബത്തൻ ഹംറ, ചുവന്ന മുന്തിരി, ചുവന്ന ഉണക്ക മുന്തിരി 21 തിന്ന, കുല്ലയോമേ, എല്ലാ ദിവസവും 21 ചുവന്ന ഉണക്കമുന്തിരി. കണ്ടുക്കണോ? കറുപ്പ് കളറായിട്ട്, സാധാരണ ചുവപ്പ് മുന്തിരി അല്ല, നമ്മൾ ഉണക്കമുന്തിരി അല്ല, നമ്മൾ പീടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് ഒരു മഞ്ഞ കളറായിരിക്കും. അത് പച്ച ഉണക്കുമ്പോഴാണ് ആ കളർ വരുന്നത്. ചുവന്ന മുന്തിരി കറുപ്പിച്ച് കഴിഞ്ഞാൽ നല്ല കറുത്ത കളറായിരിക്കും. അത് 21 കഴിക്കൽ നമ്മുടെ അല ദീഖി, ഉമിനീരോട് കൂടി എന്ത് ചെയ്യുക? ചവച്ചരച്ച് കഴിക്കുക. അതൊക്കെ യൂരിസുൽ ഹിഫ്ള, അതൊക്കെ മെഡിക്കലായിട്ട് തെളിയിക്കപ്പെട്ടിട്ട് കാര്യമാണ്. അതൊക്കെ നമ്മുടെ ഹിഫ്ള്, നമ്മുടെ ബുദ്ധിശക്തിക്ക് നന്നാകും. വയശ്ഫി മിൻ കസീരിൻ മിനൽ അംറാദി വൽ അസ്ഖാം, അതുപോലെ ഇത് അതുമാത്രമല്ല, ഹിഫ്ള് ഉണ്ടാക്കുന്നത് മാത്രമല്ല, വയശ്ഫി ഇത് ഷിഫയാക്കും മിൻ കസീരിൻ മിനൽ അംറാദി വൽ അസ്ഖാം, ഒരുപാട് രോഗങ്ങൾക്കുള്ള ഷിഫയും ഈ പറയപ്പെട്ട ഉണക്കമുന്തിരി ഉണ്ടല്ലോ, ചുവന്ന ഉണക്കമുന്തിരി അതിലൊക്കെ ഉണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞ കുന്തുറും അതുപോലെ തേനിലും മിസ്വാക്ക് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ഷിഫ ഉണ്ട്. കുല്ലുമാ യുഖല്ലിലുൽ ബൽഗമ, നമ്മുടെ കഫം കുറക്കുന്ന സാധനങ്ങൾ തിന്നുക. കഫം കുറക്കുന്നത് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ കഫക്ക് എന്ത് ചെയ്യും? വറ്റിപ്പോകും. അങ്ങനത്തെ കാര്യങ്ങൾ. റുതൂബാത്തി, അതുപോലെ തന്നെ നമ്മുടെ നാവിൽ തൊള്ളയിലുള്ള നനവ്, ചില ഭക്ഷണങ്ങൾ തിന്നാൻ കണ്ടില്ലേ, തൊള്ളയിൽ ആകെ ഒരു തുപ്പലവും കഫം പോലെയൊക്കെ വരും. അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയാൽ മറവി കൂടുമെന്നാണ്. മനസ്സിലായോ? മാത്രം നേരെ മറിച്ച് കഫം കുറക്കുന്ന നമ്മുടെ വായിലെ ഉമിനീര് നല്ല പറ്റാൻ പറ്റില്ല,
എന്താപ്പോൾ അത് അങ്ങനെ അധികരിപ്പിക്കാത്ത നിലക്കുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ യസീദു ഫിൽ ഹിഫ്ളി, നമ്മുടെ മനപ്പാടമാക്കുന്നതിൽ അധികരിപ്പിക്കും. വകുല്ലുമാ യസീദു ഫിൽ ബൽഗമി യൂരിസു നിസ്യാൻ, കഫം കൂടുതലായിട്ട് ഉണ്ടാക്കി തീർക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അതേതൊക്കെയാണ് നമ്മൾ കണ്ടെത്തണം, ഏതൊക്കെ തിന്നാലാണ് കഫം കൂടുതൽ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെ ബൽഗം, കാരണം ഈ കഫം എന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മശക്തിയെ ബാധിക്കും എന്നൊക്കെ പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ കൂടുതൽ കഫം ഉണ്ടാക്കി തീർക്കുന്ന ഭക്ഷണം അതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ഹിഫ്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അപ്പം പറഞ്ഞത്. ഇനി എന്തൊക്കെയാണ് മറവി ഉണ്ടാക്കുക, ശ്രദ്ധിച്ചോളി, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കണം. അമ്മാമ യൂരിഫു നിസിയാന, അപ്പോൾ മറവി ഉണ്ടാക്കുന്ന കാര്യം ഫഹുവൽ മഹാസി, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തെറ്റുകൾ ഉണ്ടെങ്കിൽ, തെറ്റുകൾ ചെയ്യുന്ന ആളാണെങ്കിൽ അവന് മറവി കൂടുതലായിരിക്കും. കസ്രത്തു ദുനൂബി, അധികരിച്ച പാപങ്ങൾ, ചെറിയ പാപം തന്നെ ആയിക്കോട്ടെ, പക്ഷെ അത് സ്ഥിരമായി ചെറിയ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുന്ന ആളാണെങ്കിൽ അവന് മറവി ഉണ്ടാവും. വൽ ഹുമൂമു, ടെൻഷൻസ്, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സാധനങ്ങളൊക്കെ മറന്നു വെക്കുന്നത് എവിടെയൊക്കെയാണ്? ബസ് സ്റ്റോപ്പിൽ, ആശുപത്രിയിൽ, അല്ലേ, റെയിൽവേ സ്റ്റേഷൻ. എന്താ ടെൻഷനാണ്, വണ്ടി എപ്പോഴാണ് വരിക, അതെപ്പോഴാണ് ടെൻഷൻ അടിക്കുമ്പോൾ മറവി കൂടുതലുണ്ട്. അപ്പോൾ ടെൻഷനുള്ള ആളുകൾ, അപ്പോൾ ടെൻഷൻ പരമാവധി കുറക്കുക. വല്ല ഹസാനു, ദുഃഖം, വ്യസനങ്ങൾ കുറക്കുക. വ്യസനം കൂടുതലുണ്ടെങ്കിൽ അവന് പഠിക്കാൻ കഴിയൂല, വേറൊന്നും അവൻ്റെ മനസ്സിലുണ്ടാവില്ല, ആ ഒരു ദുഃഖമായിരിക്കും. ടെൻഷൻ ആണെങ്കിൽ വേറൊന്നും അവൻ്റെ മനസ്സിലേക്ക് പോകില്ല, ഫുള്ളാ ടെൻഷനായിരിക്കും. ഫി ഉമൂരി ദുനിയ, എന്തിൻ്റെ വിഷയത്തിലുള്ള ടെൻഷൻ? ദുനിയാവിൻ്റെ വിഷയത്തിലുള്ള ടെൻഷനോ, മരിച്ചു പോകണല്ലോ, പഠിച്ചോനെ എജിന് പഠിച്ചില്ല, അങ്ങനത്തെ ടെൻഷനല്ല, അത് വേണം ഒരാൾക്ക്. നേരെ മറിച്ച് എങ്ങനെ ദുനിയാവിൻ്റെ വിഷയത്തിലുള്ള ടെൻഷൻ. വക്കസ്രത്തുൽ ഇസ്തിഖാലി, അധികരിച്ച പണി, ഇത് കഴിഞ്ഞിട്ട് വേണം അങ്ങോട്ട് പോകാൻ, അത് കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ, എന്നിട്ട് 4 മണിക്ക് വേണം മറ്റൊടുത്ത് പോകാൻ, എന്നിട്ട് വൈകുന്നേരം രാത്രി വേണം പോകാൻ പോയി കാണാൻ. ഇങ്ങനെ ഒരുപാട് ശുഗലുകൾ ഉണ്ടെങ്കിൽ മറന്നുപോകും, ഒരുപാട് പ്ലാനുകൾ ഉണ്ടെങ്കിൽ മറന്നുപോകും. അക്കസ്രത്തുൽ ഇസ്തിഖാൽ വൽ അലാഇക്, ബന്ധങ്ങൾ. ചില ആളുകൾക്ക് നാട്ടിൽ ഫുള്ള് കമ്പനിയാകാൻ, ഓനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. ഓനെ റേഷൻ പീടിയിൽ കുട്ടായിക്കാരൻ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഉമ്മ ചെന്ന് നോക്കുമ്പോൾ പറമ്പിൽ കളിക്കണ്ടാവും ചിലപ്പോൾ. കാരണം എന്താ, ചെന്നപ്പോൾ ഓൻ്റെ ഫുള്ള് ഓൻ്റെ ബന്ധങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ ഓനെ പറഞ്ഞു പോയിട്ടുണ്ടാവും, കളിച്ചിട്ടുണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അലായിക്കുകൾ, ബന്ധങ്ങൾ വേണ്ടേ? വേണം. ഷുഗലുകൾ വേണ്ടേ? വേണം. പക്ഷേ അതൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ആവരുത്. പക്കത്ത് തക്കർണ, തീർച്ചയായും നമ്മൾ പറഞ്ഞിരിക്കുന്നു, അന്നഹു, തീർച്ചയായിട്ടും ലാ യംബഗി, അത്യാവശ്യമില്ല, ആവശ്യമില്ല, ലിൽ ആഖിലി, ബുദ്ധിയുള്ളവന്, അയ്യഹ്തമ്മലി അംരി ദുനിയ, ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി അവൻ ടെൻഷൻ അടിക്കരുത്. കാരണം എന്താ, ദുനിയാവിലുള്ളതൊക്കെ താൽക്കാലികമാണ്. ഇവിടുത്തെ സന്തോഷമാണെങ്കിലും ഇവിടുത്തെ വ്യസനാണെങ്കിലും ദുഃഖങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ താൽക്കാലം, കുറച്ച് കഴിഞ്ഞാൽ അതെന്തായിക്കോളും. അപ്പോൾ ഒരു ബുദ്ധിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെ കാര്യത്തിൻ്റെ മേലിൽ അവൻ എന്താകില്ല, അമിതമായ വ്യസനം, ദുഃഖം ഉണ്ടാവില്ലേ, മനുഷ്യനല്ലേ, വേദന ഉണ്ടാവില്ലേ, പ്രയാസം ഉണ്ടാവില്ലേ, ഉണ്ടാവും. പക്ഷേ അത് അധികരിപ്പിക്കില്ല ബുദ്ധിയുള്ള ആളെ സംബന്ധിച്ചിടത്തോളം കേട്ടോ. പിന്നെ ലിഅന്നഹു യദുറു, കാരണം ടെൻഷൻ എന്നാൽ, ദുഃഖമെന്നാൽ ബുദ്ധിമുട്ടുണ്ടാക്കുള്ളൂ. വലാ യൻഫഉ, ഉപകാരം ഉണ്ടാവില്ല. ഇനിയോ ദുഃഖിച്ചു എന്ന് കരുതിയിട്ട് നടന്ന കാര്യം മാറുമോ? ഇല്ല. ദുഃഖിച്ചു എന്ന് കരുതിയിട്ട് അതിന് പ്രത്യേക എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ? ഇല്ല. അപ്പോൾ ദുഃഖം ഉണ്ടായിട്ട് കാര്യമില്ല, ബുദ്ധിയുള്ള ആളുകൾ ദുഃഖിക്കുകയില്ല. അപ്പോൾ ഹുമൂമു ദുനിയ, ദുനിയാവിലെ ടെൻഷൻസ്, ലാ തഖലു, അത് ഒഴിവാവുകയില്ല. അനിൽ ദുൽമത്തി ഫിൽ ഖൽബീൻ, മനസ്സിൻ്റെ ഇരുളിനെ തൊട്ട് അത് ഒഴിവാക്കുമല്ലോ. എന്തെങ്കിലും ടെൻഷൻ അതുണ്ടാകുക, ഇവരിങ്ങനെ ടെൻഷൻ അടിച്ചതുകൊണ്ട് മനസ്സിൽ ആ ഇരുൾ മാറുമോ? മനസ്സിൻ്റെ ആ ഒരു വേദന, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും വിഷയത്തെക്കുറിച്ചായിരിക്കും ടെൻഷൻ ഉണ്ടാകുക. ദുൽമത്തുൽ ഫിൽ ഖൽബ് പറഞ്ഞാൽ ഹൃദയത്തിലൊരു ഇരുട്ട്, ഒരു ദുഃഖം, ടെൻഷൻ. ആ ടെൻഷൻ, ഇവൻ ടെൻഷൻ അടിച്ചു എന്ന് എഴുതിയിട്ട് ആ പ്രശ്നം മാറുമോ? ഇല്ലല്ലോ. അപ്പോൾ ബുദ്ധിയുള്ള ആളുകൾ അതിനൊന്നും നിൽക്കാറില്ല. എന്നാൽ മാനസികമായിട്ടുള്ള ടെൻഷൻസ് വരും, മാനസികമായിട്ടുള്ള ദുഃഖങ്ങൾ വരും. അതൊക്കെ ഒരു മനുഷ്യനുണ്ടാകും, അവർ മനുഷ്യന് വേണ്ടത് തന്നെയാണ്. പക്ഷെ അതൊന്നും അമിതമായിട്ടൊരു ബുദ്ധിയുള്ള ആളെ ബാധിക്കുകയില്ല എന്ന്. വഹുമൂമുൽ ആഖിറ, എന്നാൽ ആഖിറത്തിലെ ടെൻഷനോ, ലാ തഖലു അനിന്നൂരി ഫിൽ ഖൽബി, അതവൻ്റെ ഹൃദയത്തിൻ്റെ പ്രകാശനത്തിന് തൊട്ട് ഒഴിവാകുകയില്ല. ആഖിറത്തിനെ കുറിച്ചാണ് ഇവൻ്റെ ടെൻഷനെങ്കിൽ, പഠിച്ചോനെ ഞാൻ മരിച്ചെന്ന് എന്താ ഉണ്ടാകുക, ഞാൻ ഈ കോലത്തിൽ ഇങ്ങനെ നടന്നാൽ എൻ്റെ അവസാനം എന്താകും എന്നുള്ള ടെൻഷൻ, ദുഃഖം. നല്ല അമലുകളൊന്നും ചെയ്ത് ശരിയായില്ലല്ലോ, എൻ്റെ പ്രവർത്തനങ്ങളൊന്നും നല്ല രീതിയിൽ പഠിച്ചോ സ്വീകരിച്ചിക്കണോ, ഇങ്ങനെ ആഖിറത്തിനെ കുറിച്ചുള്ള ടെൻഷൻ എന്ന് പറയുന്നത് അത് ഹൃദയത്തിലെ പ്രകാശത്തിനെ തൊട്ട് ഒഴിവാകുകയില്ല. അപ്പോൾ ദുനിയാവിലെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ കറുപ്പ് ദുൽമത്ത് ഇങ്ങനെ അടിഞ്ഞുകൂടും, ദുൽമത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആഖിറത്തിലെ ടെൻഷനാണെങ്കിൽ ഹൃദയത്തിൽ പ്രകാശം ഇങ്ങനെ ലാ തഖലു, അത് ഒഴിവാവുകയില്ല. നൂരി ഫിൽ ഖൽബി, ഹൃദയത്തിൽ നൂറിനെ തൊട്ട്, പ്രകാശത്തിനെ തൊട്ട്. നേരത്തെ എന്താ പറഞ്ഞേ, ഉമൂമു ദുനിയ ലാ തഖലു അനിൽ ദുൽമത്തി ഫിൽ ഖൽബി, ദുനിയാവിലെ ടെൻഷൻസ് ആണെങ്കിൽ ഹൃദയത്തിൽ ദുൽമത്തിനെ തൊട്ട്, ഇരുട്ടിനെ തൊട്ട് അത് ഒഴിവാവുകയില്ല. ഉമൂമുൽ ആഖിറത്തി ലാ തഖലു അൻ നൂരി ഫിൽ ഖൽബി, ആഖിറത്തിനെ കുറിച്ചുള്ള ടെൻഷൻ, ആഖിറത്തിലുള്ള ടെൻഷൻ, ആഖിറത്തിന്റെ ടെൻഷൻ എന്താണ്? ലാ തഖലു അൻ നൂരി ഫിൽ ഖൽബി, ഹൃദയത്തിൽ പ്രകാശത്തിനെ തൊട്ട് ഒഴിവാവുകയില്ല. വയദ്ഹറു അസറുഹു, അതിൻ്റെ അടയാളം വ്യക്തമാകും. ഫി സ്വലാ, നിസ്കാരത്തിൽ. ആഖിറത്തിനെ കുറിച്ച് വലിയ ടെൻഷനുള്ള ആളാണെങ്കിൽ അവൻ്റെ നിസ്കാരത്തിൽ ഇത് പ്രകടമാകും. 1/2 മിനിറ്റ് കൊണ്ട് അവൻ്റെ 2 റക്അത്ത് കഴിയൂല, തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേനും ഓരോ റക്അത്ത് കഴിയൂല. ആഖിറത്തിനെ കുറിച്ച് ടെൻഷനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അതവൻ്റെ നിസ്കാരത്തിൽ പ്രകടമാകും. ഫഹമ്മു ദുനിയ, അപ്പോൾ ദുനിയാവിലെ ടെൻഷൻ യംനഉഹു മിനൽ ഖൈറാത്ത്, അതവന് നല്ല പ്രവർത്തനങ്ങളിൽ നിന്ന് തടയും. ദുനിയാവിലെ ടെൻഷനാണെങ്കിൽ അവൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ എന്തായിരിക്കും? ആ ടെൻഷനായിരിക്കും. അതിപ്പോൾ എന്താവണാവോ, ഞാനിപ്പോൾ ചെന്നിടയോ ശരിയാവില്ലല്ലോ, അവിടെ എന്താണ് ആയിട്ടുണ്ടാവോ,
ഇന്നിപ്പോൾ നാളെ ഇനി പോലെ തോൽപ്പിച്ചണം, കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഞങ്ങളാണ് തോറ്റത്. ഇങ്ങനെയൊക്കെയുള്ള ദുനിയാവിയായ ടെൻഷനും ബേജാറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിസ്കാരം പോലെയുള്ള അമലുകളൊക്കെ ബാത്തിലായിപ്പോ അല്ലെങ്കിൽ അത് നശിച്ചു പോകും. പക്ഷെ ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയാണെങ്കിലോ ഇതൊക്കെ നന്നാക്കുകയാണ് ചെയ്യുക. വഹമ്മുല്ലാഖിറത്തി, ആഖിറത്തിന്റെ ടെൻഷൻ, യഹ്മിലുഹു അലൈഹി, അവൻ ആ സൽക്കർമ്മത്തിന്റെ മേലിൽ ഹൈറാത്തുകളുടെ മേൽ അവനെ പ്രേരിപ്പിക്കും. വൽ ഇസ്തിഗാലു ബിസ്വലാത്തി, നിസ്കാരം കൊണ്ട് ജോലിയാകലാകുന്നത് അലൽ ഖുശൂഇ, ഖുശൂഇന്റെ മേൽ, അതായത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്ത് വേണം? ഭയഭക്തി വേണം. വതഹ്സീലുൽ ഇൽമി, ഇൽമ് കരസ്ഥമാക്കൽ, യൻഫി, അതായത് നിസ്കാരം കൊണ്ട് ഖുശൂഓട് കൂടിയ ഖുശൂഇന്റെ മേൽ നിസ്കാരം കൊണ്ട് ജോലിയാകലും, ഇൽമ് തഹ്സീൽ ചെയ്യുക, ഇൽമ് കരസ്ഥമാക്കലും, യൻഫിൽ ഹമ്മ വൽ ഹുസ്ന, അത് ടെൻഷനും ദുഃഖവും ഇല്ലാതെയാക്കി തീർക്കും. എന്തൊക്കെയാണ് നിസ്കാരം ടെൻഷനും ദുഃഖം ഇല്ലാതിരിക്കാനുള്ള മാർഗം? എന്താ പറഞ്ഞത്? ഖുശൂഓടുകൂടി നിസ്കരിക്കുക, നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ഭയഭക്തിയോടുകൂടി നിസ്കരിക്കാൻ നിൽക്കുക, ഇൽമ് കരസ്ഥമാക്കുക. ഓരോ ദിവസവും ഒരു ചുരുങ്ങിയ ഒരു അധിക അറിവെങ്കിലും നമുക്കുണ്ടായിരിക്കണം. ആ രീതിയിൽ ഇൽമ് കരസ്ഥമാക്കാനും ഖുശൂഇൽ ജോലി, നിസ്കാരം കൊണ്ട് ഖുശൂഓടുകൂടി നമ്മൾ ജോലിയായാലും അത് ഹമ്മിനെ, ടെൻഷനെയും ദുഃഖത്തെയും അത് ഇല്ലാതെയാക്കി തീർക്കും. കമാകാല ഷെയ്ഖ് നസ്ർ ബിൻ ഹസനിൽ മർഗീനാനി എന്നവർ അദ്ദേഹം പറഞ്ഞതുപോലെ ഫി ഖസീദത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഖസീദയിൽ, ഇഅ്തനി നസ്ർ ബിൻ ഹസൻ, ഇഅ്തനി, നീ സഹായം തേടുക, നസ്ർ ബിൻ ഹസൻ, ഓ നസ്ർ ബിൻ ഹസനെ, ഉത്തുലുബുൽ മഊനത എന്നാണ് അർത്ഥം കേട്ടോ. ചില ബൈത്തിൽ ഇസ്തഈൻ എന്ന് കാണാനുണ്ട്. ഇഅ്തൻ എന്ന് പറയുന്ന പകരം ഇസ്തഈൻ. ഫി കുല്ലി ഇൽമിൻ, എല്ലാ അറിവുകളിലും, യുഖ്തസൻ, എങ്ങനത്തെ അറിവാണ്? ആ അറിവിനെ സൂക്ഷിക്കപ്പെടും. ഖസനത്ത് എന്ന് പറഞ്ഞാൽ നിധി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ നിധിയായി സൂക്ഷിക്കപ്പെടുന്ന എല്ലാ ഇൽമുകളിലും നസ്റുബിൻ അനസെ നീ സഹായത്തെ തേടണം. ഉസ്താദുമാരിൽ നിന്നും ശരീക്കന്മാരിൽ നിന്നൊക്കെ നീ എന്ത് ചെയ്യണം? ദാക്കല്ലതി, അതാണ് യൻഫിൽ ഹസൻ, ദുഃഖത്തെ ഇല്ലാതെയാക്കുന്നത്. വഗൈറുഹു, ഇങ്ങനെയല്ലാത്തതൊക്കെ സൂക്ഷിക്കപ്പെടുന്ന ഇൽമിൽ സഹായം തേടുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതല്ലാത്ത കാര്യങ്ങളൊക്കെ ലാ യുക്തമൻ, അതിനൊന്നും വിശ്വസിക്കാൻ പറ്റൂല, അതിനൊന്നും അവലംബിക്കാൻ പറ്റൂല. എന്തുമാത്രമേ ടെൻഷനും ദുഃഖവും ഇല്ലാതെയാകുള്ളൂ? ഇൽമ് കരസ്ഥമാക്കുക, അറിവ് കരസ്ഥമാക്കുക, അതുമാത്രമേ ഉള്ളൂ. ഷെയ്ഖുൽ ഇമാമുൽ അജല്ലു നജ്മുദ്ദീൻ ഉമർ ബിൻ മുഹമ്മദിൻ നസഫി എന്നവർ ഖാല ഫി ഉമ്മി വലദിൻ ലഹു, അദ്ദേഹത്തിൻ്റെ ഒരു ഉമ്മു വലദിൻ്റെ വിഷയത്തിൽ പറഞ്ഞു. ഉമ്മു വലദ് എന്ന് പറഞ്ഞാൽ പണ്ട് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ ഒരു വലിയ ഭാഗമായിരുന്നു അടിമകൾ. ഇസ്ലാം പിന്നീട് അടിമമോചനത്തിൻ്റെ വിവിധ മാർഗ്ഗങ്ങൾ, എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അടിമയെ മോചിപ്പിക്കുക, അങ്ങനെ അതിൽ തന്ത്രപരമായിട്ടുള്ള പല നിലപാടുകളും, പല തെറ്റുകൾ ചെയ്താലും അതിനുള്ള പ്രായശ്ചിത്തകമായിട്ട് അടിമയെ മോചിപ്പിക്കുക വഴി പതിയെ പതിയെ ഇസ്ലാം അടിമമോചനത്തിന് മാറ്റിയിട്ടുണ്ട്. കാരണം ഒറ്റയടിക്ക് അത് തീർക്കാൻ പറ്റുമോ? ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു ഭാഗമായിരുന്നു മോഡി നോട്ട് നിരോധിച്ചതുപോലെ ഒറ്റ രാത്രി കൊണ്ട് നാളെ മുതൽ ആരും അടിമനെ അങ്ങനെ ആക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ വീക്ഷണം എങ്ങനെയായിരുന്നു? ഘട്ടം ഘട്ടമായിട്ടാണ് അടിമമോചനം. അപ്പോൾ അതിനുള്ള ഓരോ മാനദണ്ഡങ്ങൾ ഇസ്ലാം വെച്ചു. അവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഫാറത്ത് കൊടുക്കണം, എങ്ങനെ? അടിമയെ മോചിപ്പിച്ചുകൊണ്ട്, അടിമയെ മോചിപ്പിക്കുക, അടിമ സ്ത്രീയെ മോചിപ്പിക്കുക, ഈ രീതിയിൽ. അപ്പോൾ ഈ രീതിയിൽ ഒരാൾക്കൊരു അടിമ ഉണ്ടെന്ന് വിചാരിക്കുക. ആ അടിമയിൽ അയാൾക്കൊരു കുട്ടിയുണ്ടായി. അതായത് ഒരു അടിമ സ്ത്രീയിൽ അതിൻ്റെ ഉടമക്ക്, യജമാനന് ഒരു കുട്ടി ഉണ്ടായാൽ ഈ യജമാനൻ മരിക്കലോടുകൂടി ഈ സ്ത്രീ സ്വതന്ത്രയാവും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഒരാൾക്കൊരു അടിമ സ്ത്രീ ഉണ്ട്. ആ അടിമ സ്ത്രീയിൽ ഈ യജമാനൊരു കുട്ടി ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ യജമാനൻ മരിക്കലോടുകൂടി ഈ സ്ത്രീ സ്വതന്ത്രയായി. ഇവർക്കാണ് ഉമ്മു വലത് എന്ന് പറയുക. ആര് പറയാം? ഉമ്മു വലത്. അതായത് സുന്ദരിയായ ഒരു ഉമ്മു വലതിൻ്റെ വിഷയത്തിൽ ഷെയ്ഖുൽ ഇമാം നജ്മുദ്ദീൻ ഉമർ ബിൻ മുഹമ്മദ് നസഫി എന്നവർ പാടി, സലാമുൻ അലാ മൻ തയമ്മത്നി ബിതർഫിഹാ വലംആതി ഖദ്ദിഹാ വലംആതി തർഫിഹാ സബത്നി അസബത്നി ഫതാതുൻ മലീഹത്തുൻ തഹയ്യാറത്തുൽ ഔഹാമു ഫീ കുൻഹി വസ്ഫിഹാ. സലാമുൻ, രക്ഷയുണ്ടാവട്ടെ, അലാമൻ, ഒരുത്തരുടെ മേൽ രക്ഷയുണ്ടാവട്ടെ, തയമ്മത്നി, അവൾ നിസാരമാക്കി, ദലീലാക്കി, നീ എന്നെ, ബിതർഫിഹ, അവളുടെ ഭംഗി കൊണ്ട്, അതായത് അവളുടെ ഭംഗിയിൽ സൗന്ദര്യത്തിൽ ആസ്വദിച്ചുകൊണ്ട്, ഒരു സൗന്ദര്യത്തിൽ ആസ്വദിച്ചാൽ എന്താണ്ടാകുക? സ്വയം നിന്ദ്യനായിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ അങ്ങനെ നടക്കും. ആ രീതിയിൽ വലംഅതി ഖദ്ദിഹ, അവളുടെ കവിളിൻ്റെ തിളക്കം, അതായത് നല്ല മിനുസമുള്ള തിളക്കമുള്ള കവിൾ, അതുകൊണ്ടും എന്നെ ദലീലാക്കിയവളെ. ഖദ്ദിഹ, അവളുടെ കവിൾ. വലംഹാതി തൊർഫിഹ, അവളുടെ കണ്ണിൻ്റെ തൊർഫ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഈ ഭാഗത്തിനാണ് എന്താ പറയുക? തൊർഫ്, വാൽക്കണ്ണ് എന്നൊക്കെ പോകണേ, തൊർഫ് കേട്ടോ. കണ്ണിൻ്റെ ഭംഗി, അതായത് കണ്ണിൻ്റെ അഴക് കൊണ്ടും നല്ല തിളങ്ങുന്ന കവിളുകളെ കൊണ്ടും എന്നെ തയമ്മത്തിനി. എന്താ തയമ്മത്തിനിൻ്റെ അർത്ഥം പറഞ്ഞത്? അബ്ബത്തുഹു ദല്ലൽതുഹു എന്നർത്ഥം കേട്ടോ. ദല്ലലത്ഹു, അതായത് നിസാരമാക്കി, അവരുടെ ഒരു എന്താ അതിനെ ആരാധകരാക്കി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലാക്കി. സബ്ബത്തിനി അസ്വബ്ബത്തിനി ഫതാത്തുൻ മലീഹത്തുൻ, സബത്തിനി, എന്നെ അറസ്റ്റ് ചെയ്തു. സബത്തിനി അറിഞ്ഞ എന്നെ ബന്ധനസ്ഥനാക്കി എന്ന് പറഞ്ഞാൽ ആ ഭംഗിയിൽ എന്നെ ബന്ധനസ്ഥനാക്കി എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യത്തിൽ ബന്ധനസ്ഥനാക്കി. അസ്വബ്ബത്തിനി അമാലത്തിനി ഇലൈഹ, ഞാൻ അവളിലേക്ക് ചാഞ്ഞു എന്ന് പറഞ്ഞാൽ അവളുടെ അടുത്തേക്ക് എൻ്റെ മനസ്സിങ്ങനെ
വെമ്പി അവളൊപ്പം ഉണ്ടാവണം, അവളുടെ കൂടെ ആവണം എന്നിങ്ങനെ എൻ്റെ മനസ്സ് അസ്വബത്തിന് പറഞ്ഞാൽ അമാലത്ത് ഇലൈഹ എന്നാണ് ഇതിൽ വിശദീകരണം കൊടുത്തിരിക്കുന്നത്. അവളിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുക, ചായ, അമാലത്തിനി ഇലൈഹ എന്ന് വെച്ചാൽ ഹൃദയം അവളിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുക. തഹയ്യറത്തിൽ ഔഹാമു, ഊഹങ്ങൾ പരിഭ്രമിച്ചു, ഫീ കുൻഹി വസ്ഫിഹ, അവളുടെ വിശേഷണങ്ങളുടെ ഹഖീഖത്തിൽ, യാഥാർത്ഥ്യത്തിൽ എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിൽ എൻ്റെ ഔഹാമുകൾ, നമ്മുടെ ചിന്തകളൊക്കെ പരിഭ്രമിച്ചു പോയി. ഒരു പെണ്ണിനെ വിശദീകരിക്കല്ല, പക്ഷേ ഫഖുൽതു, അതായത് ഒരു ഉമ്മുവലത്, സൗന്ദര്യമുള്ള ഒരു ഉമ്മുവലതുണ്ട് എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്ത ആൾക്കാർ ഈ പെണ്ണുങ്ങളുടെ സൗന്ദര്യം അവരുടെ ഭംഗിയൊക്കെ കണ്ട് അതിൻ്റെ പിന്നാലെ വീണ് അതിലിങ്ങനെ അടിമപ്പെട്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും. പക്ഷെ അദ്ദേഹം പറയണം ഫഖുൽതു, ഞാൻ പറഞ്ഞു, ദരീനി, എന്നെ ഒഴിവാക്കിക്കളാ, വഅദരീനി, എക്സ്ക്യൂസ് മീ എന്ന് പറയില്ലേ, അതിനാണ് പറയുക എക്സ്ക്യൂസ്, എന്നെ വൈക്കൂട്ടുള്ള എക്സ്ക്യൂസ് മീ എന്ന് പറയുന്നത്, അതാണ് അതിൻ്റെ ഇംഗ്ലീഷ് കറക്റ്റ് അർത്ഥം, എക്സ്ക്യൂസ് മീ, ഒഴുതിരി അല്ലേ, എന്നോട് ഒഴിവ് കഴിവ് ചെയ്യണം, എന്നെ ഒഴിവാക്കിക്കളാം. ഫൈനനെ, അപ്പോൾ തീർച്ചയായും ഞാൻ ശുഗൈഫത്തു, എനിക്ക് ഇഷ്ടം നൽകപ്പെട്ടു, എനിക്ക് അനുരാഗമുണ്ടാക്കപ്പെട്ടു. എൻ്റെ അനുരാഗവും എൻ്റെ ഇഷ്ടവും എന്തിനോടാണ്, ബിതഹ്സീലിൽ ഉലൂമി വകശ്ഫിഹ, ഇൽമ് കരസ്ഥമാക്കുന്നത് കൊണ്ടും അതിനെ കശ്ഫ് ചെയ്യുക, അതിനെ തുറക്കുക, അതായത് അതിൽ മൂടിക്കിടക്കുന്ന പല കാര്യങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് പഠിക്കുക. അതാണ് കശ്ഫിയ പറഞ്ഞാൽ മറിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം വെളിപ്പെടുത്തി പഠിക്കുക. അതായത് കിതാബിൻ്റെ വരികൾക്കിടയിൽ വായിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതുപോലെ കിതാബിൻ്റെ ഉള്ളുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അതിനാണ് എനിക്കുള്ള ഷഗഫത്ത്, അനുരാഗം, എൻ്റെ അനുരാഗം അതിനോടാണ്, അല്ലാതെ എന്നോടൊന്നുമല്ല. അവളുടെ സൗന്ദര്യം ഇങ്ങനെ വിവരിച്ചിട്ട് പിന്നെ പറയാണ് ഞാൻ അതിനെ കിട്ടൂല, ഞാൻ ഒഴിവാക്കിക്കളാം, ഞാൻ എനിക്ക് എതിനാണോടാണ് ഇഷ്ടം, ഇൽമ കരസ്ഥമാക്കുന്നതിനാണ്. വലിയ എനിക്കുണ്ട ഫീ തുലാബിൽ ഫളിലി, ശ്രേഷ്ഠതയെ കരസ്ഥമാക്കുന്നതിൽ, വൽ ഇൽമി, ഇൽമ കരസ്ഥമാക്കുന്നതിൽ, വത്തുഖ, തഖ്വയെ കരസ്ഥമാക്കുന്നതിലും ഉണ്ട്, ഗിനൻ, ഐശ്വര്യമുണ്ട്. എനിക്കത് മതി, എനിക്കെന്തു മതി, ഫളിൽ കരസ്ഥമാക്കുക, ഇൽമ കരസ്ഥമാക്കുക, തഖ്വയെ കരസ്ഥമാക്കുക, അതിലുണ്ട് ഗിനാഇൽ ഗാനിയാത്തി, ഗാനിയാത്തായ ഗിനാകൾ, പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ അല്ലെങ്കിൽ എന്നോ നല്ല സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ എന്നൊക്കെ നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, അർത്ഥം വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഗാനിയാത്ത് എന്ന് പറയുമ്പോൾ പാട്ടുപാടുന്ന, അല്ല ഗിനാഉബിൽ കസ്രി വൽ മദ്ദി ബിമാന തഗന്നി, പാട്ടുപാടുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ബന്ധപ്പെട്ടതിൻ്റെ ആശയം സൗന്ദര്യം. അദ്ദേഹത്തിന് ഒരു ഉമ്മുവലത് ഉണ്ടായത്, ഉമ്മുവലത് സൗന്ദര്യവതിയായിരുന്നു, അവൾക്ക് വേണ്ട ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കുള്ള ഇഷ്ടം ഉമ്മുവലതിനോടൊന്നുമല്ല, എനിക്കെന്തു മതി, ഇൽമ കരസ്ഥമാക്കുക, എൻ്റെ ഇഷ്ടവും എൻ്റെ അഭിരുചിയും ഒക്കെ എന്ന് പറയും തഖ്വ, ഇൽമ, ഫള്, ഇതൊക്കെ തേടുക എന്നുള്ളതാണ്. അതിൽ ഞാൻ ആശ്രയം കണ്ടെത്തി. അമ്മ അസ്ബാബു നിസിയ, ഇതൊക്കെ തിന്നുന്നുണ്ടോ നോക്കുക കേട്ടോ. അമ്മ അസ്ബാബു നിസിയാനിൽ ഇൽമി, ഇൽമ മറക്കുന്നതിൻ്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് ഫഅക്ലുൽ കുസ്ബറത്തി, മല്ലിയില, പുതിനി മല്ലിയിലൊക്കെ പറയില്ലേ, നമ്മളെന്താ പറയല്ലേ, മല്ലിച്ചപ്പും, മല്ലിച്ചപ്പ് അല്ലേ, മല്ലിച്ചപ്പ് തിന്നറത്തുപ്പത്തെ പച്ച കൊടുക്കനെ എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ അതങ്ങനെ അതിൻ്റെ ഇല കടിച്ചു പറിച്ച് തിന്ന് അത് മറവി ഉണ്ടാക്കി തീർക്കും. ഇപ്പോൾ തുഫാഹിൽ ഹാമിലി, പുളിച്ച ആപ്പിൾ, ആപ്പിൾ നല്ലത് കഴിക്കുന്നത് നല്ലതാണ്, പുളിച്ച ആപ്പിൾ. വന്നസുറു ഇലൽ മസ്ലൂബി, വന്നദുറു ഇലൽ മസ്ലൂബി, മസ്ലൂബിലേക്ക് നോക്കുക, ക്രൂശിക്കപ്പെട്ടതിലേക്ക്, കുരിശിലേക്ക്, മസ്ലൂബ് എന്ന സുൽബ് പറഞ്ഞാൽ കുരിശ്. വഖിറാഅത്തു ലൗഹിൽ ഖുബൂർ, ഖബറിൻ്റെ പ്ലേറ്റുകൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഖബറിൻ്റെ പേരെഴുതിയ പ്ലേറ്റുകൾ കണ്ടിട്ടില്ലേ, അത് വായിക്കുക. അതിങ്ങനെ ചില ആൾക്കാർക്ക് ആ പണി, അങ്ങനെ പോകും, അത് ഈ കൊല്ലം അങ്ങനെ ഖബറിൻ്റെ ലൗഹ വായിക്കൽ മറവി ഉണ്ടാക്കി തീർക്കും. വൽ മുറൂറു ബൈന ഖിതാറിൽ ജമൽ, ഒട്ടകത്തിൻ്റെ തീവണ്ടി. എന്നാൽ ഒട്ടകത്തിൻ്റെ പോകണ്ടിട്ടില്ല, എങ്ങനെ തീവണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒരു വരിക്കലെ പോവുക, അതിൻ്റെ അടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, നടക്കൽ മറവി ഉണ്ടാകുമല്ലോ, ചിലപ്പോൾ ജീവനും പോകും, ചിലപ്പോൾ ചോട്ടൊക്കെ കിട്ടും, മനസ്സിലായില്ലേ. അപ്പോൾ മറവി മാത്രമല്ല പോവുക, അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ അടി കൂടെ നടക്കൽ മറവി ഉണ്ടാക്കി തീർക്കും. അപ്പോൾ ഇൽഖാഉൽ ഖംലിൽ ഹയ്യ അലൽ അർദി, ജീവനുള്ള പേനിനെ നിലത്തിക്കിടുക, പേന് മുട്ടാതെ. വൽ ഹിജാമത്തു, ഹിജാമ ചെയ്യുക, അല നഖറത്തിൽ ഖഫ, ഹിജാമ എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മളിപ്പോഴത്തെ ഇപ്പം എന്താ അതിന് മലയാളത്തിൽ പറയാം, ഹിജാമനെ ചികിത്സ, നമ്മളാ ഒരുത്ത് വെച്ചിട്ട് കപ്പ് വെച്ചിട്ട് രക്തം ഇതാക്കണേ, അത് എവിടെ വെക്കുക, അത് ചെയ്തുകൊണ്ട് മറവുണ്ടാവില്ല കേട്ടോ. അല്ല നഖറത്തിൽ ഖഫ, പെരടിയുടെ നഖറത്തുൽ ഖഫ പറഞ്ഞവിടെ നമ്മളെ പെരടിയുടെ തൊട്ട് നമ്മളെ കറക്റ്റ് പെരടി ഉണ്ടല്ലോ, അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഹിജാമ ചെയ്യാൻ മറവുണ്ടാകും. കുല്ലുഹ, ഈ പറഞ്ഞതൊക്കെ യൂരിഫു നിസിയാന, മറവി ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഹാന്മാർ പല തരത്തിലുള്ള പഠനങ്ങളും ഹദീസുകളൊക്കെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മറവി ഒഴിവാക്കാനും കൂടുതൽ